അങ്ങനെ ചോറും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ. നല്ല അടിപൊളി കേക്ക്. ഹലോ ഫ്രണ്ട്സ്, കനേഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വെളുപ്പിനെ 3:30 ഡ്യൂട്ടിക്ക് പോവാണ്. നട റോട്ടിൽ കൂടിയാണ് നടക്കുന്നത്. ഒറ്റ മനുഷ്യനില്ല ഇതിലൊന്നും. ഡേ ഇൻ മൈ ലൈഫ് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇന്ന്. അപ്പോൾ രാവിലെ ഒരു 2:55 ആകുമ്പോൾ അലാറം വെക്കുന്നു. എണീക്കുന്നു, കുളിക്കുന്നു, റെഡിയാവുന്നു. 2:30 ആകുമ്പോഴത്തേനും 3:30 ആകുമ്പോഴത്തേനും ഇറങ്ങും. ഇന്നിപ്പോൾ വലിയ തണുപ്പില്ല രാവിലെ, കാരണം ഒരു 4 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണിക്കുന്നുള്ളൂ. ഇന്ന് ലേറ്റായി ഇച്ചിരി, അതുകൊണ്ട് വേഗം നടക്കണം. ഈ നേരത്തെ ആയതുകൊണ്ട് വണ്ടി കാര്യങ്ങളൊന്നും കിട്ടാനില്ല. ശരിക്കും ഒരു മനുഷ്യൻ പോലും ഇല്ല ഈ പ്രദേശത്തൊന്ന്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ വല്ല ടോർച്ചും പിടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. അതുപോലെയാണ്. പിന്നെന്താണ്, അവിടെ ചെന്നിട്ട് ഞാൻ ടിമ്മിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ടിമ്മിലിപ്പോൾ രാവിലെ മോർണിംഗ് ബേക്കറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുവെങ്കിലും ഇതുവരെ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് അവർ മുട്ട പൊരിക്കാനൊക്കെ പഠിപ്പിച്ച് ഇപ്പോൾ ബേക്കറാക്കിയിട്ട് ഇട്ടേക്കുകയാണ്. രാവിലെ 4 തൊട്ട് 6 മണി വരെ ബേക്കറുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കോർണറിൽ മൊബൈൽ വെച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. കാരണം വേറെ ആരും തന്നെ ഈ നേരത്ത് ഇല്ല. ഒരു പുള്ളിക്കാരി ഉണ്ട്. പുള്ളിക്കാരി ഫ്രണ്ടിലെ ഡ്യൂട്ടീസ് ചെയ്യും. ഞാൻ വന്നിട്ട് പുറകിലത്തെ ബേക്കിംഗ് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണേ. അപ്പോൾ ഇച്ചിരി ലേറ്റായി, അതുകൊണ്ട് ഞാൻ വേഗം നടക്കുകയാണ്. ഒരു 25-30 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. അപ്പോൾ വീണേനെ ദൈവമേ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇന്നത്തെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവേ. അപ്പം ഇത് ശരിക്കും ഒരു ഉൾപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡബിൾ ജോബ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടാനൊരു സാധ്യതയേ ഇല്ല, തീരെ സാധ്യതയില്ല. ജോലി സാധ്യതകൾ ഇവിടെ വളരെ കുറവാണ്. പിന്നെ PNBയിൽ വന്നതുകൊണ്ട് ഇങ്ങനെയൊരു ഉൾപ്രദേശത്തേക്കാണ് എനിക്ക് PNBയിൽ നോമിനേഷൻ കിട്ടിയത്. ഇവിടെ നിൽക്കുക, 1 ഇയർ നിൽക്കുക. PR-നുള്ള പേപ്പേഴ്സ് ഓൾറെഡി പ്രോസസ്സിങ്ങിലാണ്. പിന്നെ ഫാമിലി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ഉൾപ്രദേശത്താണെങ്കിലും നമുക്കൊരു സപ്പോർട്ടിന് ആൾക്കാരുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സെറ്റായിക്കോളുമായിരിക്കും. പിന്നെ നമ്മളെങ്ങനെയാണ് കാനഡ വന്നത് എന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ PNB പ്രോസസ്സ്, നമുക്കൊന്ന് എക്സ്പെൻസ്, IELTS, ജോബ് ഓഫർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ടിമ്മിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാവേ. കണ്ടില്ലേ, സ്ട്രീറ്റിലൊന്നും ഒറ്റ മനുഷ്യന്മാരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിരമുള്ള കാഴ്ചകൾ തന്നെയാണ്. എന്നും രാവിലെ ഇതുപോലെ തന്നെ ഞാനും ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. പിന്നെ നമ്മൾ ചെറിയ നല്ല 100 മീറ്റർ ഗ്യാപ്പിലൊക്കെയാണ് പിന്നെയുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് ശരിക്കും ഡൗൺ ടൗൺ, ഡിഗ്ബിയുടെ ഡൗൺ ടൗൺ ആണിത്. ഡൗൺ ടൗൺ ആണെങ്കിലും കുറച്ച് കടകൾ, കുറച്ചൊരു 5-6 റെസ്റ്റോറൻറ്റുകളും കുറച്ച് ഗ്രോസറീസും അങ്ങനെയൊക്കെ ഉള്ളു ഇവിടെ. വാൾമാർട്ട് പോലെയുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹൈവേ സൈഡിലാണ്. അത് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഡൗൺ ടൗണിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ എത്താറായി. ഒരുപാട് വന്ന് നടന്ന് ഓടി. പുറകെ കാണുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നുണ്ട്. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഭയങ്കര താമസമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കാനഡയിലുള്ളവരോടൊന്നും
പറയേണ്ട കാര്യമില്ല. കാനഡയിലേക്ക് വരാതിരിക്കുന്നവർ അതറിഞ്ഞോളൂ. കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും മരുന്നും കൊണ്ട് വന്നാൽ നമുക്ക് സെറ്റാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഡോളർമ, റെഡ് മാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്, സൂപ്പർ മാർക്കറ്റൊക്കെയാണ്. നമ്മുടെ ടീമിൻ്റെ പാർക്കിംഗ് ആണ് ഇത്. ഫുള്ള് ഒരു പ്രദേശമുണ്ട്, ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ. ടീമെത്തി, ഇനിയിപ്പോൾ ചെല്ലുന്നു, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, ഡ്യൂട്ടി സ്റ്റാർട്ട്. പിന്നെ ഒരു സെക്കൻഡ് സമയമില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 6 മണിയാകുമ്പോഴത്തേന് എനിക്ക് ഏകദേശം 2 ഡിസ്പ്ലേ ഫുള്ളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സെറ്റപ്പും ശരിയാക്കണം. പിന്നെ വ്ളോഗ് എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാനൊരു കോർണറിൽ ക്യാമറ വെച്ചിട്ട് കുറേയൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാവേ. ഈ ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. താക്കോലൊക്കെ നമ്മുടെ തന്നെ. ഓപ്പൺ ചെയ്യുക, കയറുക. കണ്ടില്ലേ, ഈ ഡിസ്പ്ലേ ഒക്കെ ഫുള്ള് സാധനങ്ങൾ കയറണം. 2 ഡിസ്പ്ലേ. അതാണ് എൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. വരുന്നു, ആദ്യം തന്നെ ഓവൺ ഓണാക്കുന്നു. ഓവൺ ഓണാക്കുന്നു. ഇവിടെ വന്നിട്ട് ടോസ്റ്റർ, കിച്ചണിൽ പോയിട്ട് നമ്മുടെ എഗ് മെഷീൻ ഓണാക്കണം. അതുപോലെ തന്നെ ഇവിടെയുള്ള വാർമർ ഓണാക്കണം. ഇതെല്ലാം ഓണാക്കിയിട്ട് ഇനി ഡ്രസ്സ് മാറി അറ്റാക്ക്. ഇപ്പം ബ്രേക്കിൻ്റെ സമയമാണ്. കോഫി കുടിച്ചിരിക്കുകയാണ്. ആദ്യം വന്നാൽ ഞാനായതുകൊണ്ട് ആദ്യത്തെ ബ്രേക്ക് എൻ്റെയാണ്. ഇപ്പോൾ രാവിലെ 7 മണിയായി. ബ്രേക്ക് തുടങ്ങി. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഇന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ തിരക്കൊന്നുമില്ല. ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് തിരക്ക് വരിക. അപ്പം ഫസ്റ്റ് ബ്രേക്കാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബ്രേക്ക് വന്നിട്ട് ഒരു 11:30 അല്ലെങ്കിൽ 12 o'clock ഒക്കെ ആയിട്ടായിരിക്കും. ഇന്ന് 1 o'clock വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ വേറെ ബേക്കർ വേറെ ആൾ വന്നു. എനിക്കിപ്പോൾ ഫ്രണ്ടിൽ കൗണ്ടറിൽ ഡ്യൂട്ടിയാണ്. കണ്ട ഷെൽഫിലിരിക്കുന്ന സാധനം മുഴുവൻ ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ്. പുതിയ ബേക്കർ. അപ്പോൾ ഇപ്പോൾ 1:15 ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഞാൻ. അതിൻ്റെ ഇടയിൽ ഒരു 11:30 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേറൊരു സ്റ്റോറും കൂടി ഉണ്ട്. 2 ടീമുണ്ട് ഇവിടെ, സെയിം ഓണറുടെ. അപ്പോൾ അങ്ങടേക്ക് വിട്ടു. അതുകൊണ്ട് അവിടുത്തെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ഫുള്ള് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ഇനിയിപ്പോൾ ഞാനിവിടെ സോബീസിൽ വന്നിട്ട് എനിക്ക് കുറച്ച് ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. വീണ്ടും സെയിം റൊട്ടേഷനാണ്. അപ്പോൾ ഇനി സോബീസിൽ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകും. മുന്തിരിക്ക് 4.99. ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ബ്രെഡിന് 3.69.
ഞാനൊരു നോർമൽ വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ന്യൂട്ടല വാങ്ങണം നമുക്ക് ബ്രെഡിൽ തേച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ പോകുമ്പോഴത്തേനും ന്യൂട്ടലയും ബ്രെഡുമാണ് നമ്മുടെ മെയിൻ ആഹാരം. കണ്ടില്ലേ, ചിക്കന് 1 കിലോയ്ക്ക് $21. അത് ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണ്. ചിക്കൻ വിങ്സ് ആണെങ്കിൽ അത് $19, 1.5 കിലോ. സോബീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പം ഒരു 20 മിനിറ്റ് നടക്കണം വീട്ടിലോട്ട്. ബസ് കിട്ടും, പക്ഷേ വേണ്ട, നടക്കാം. ഒരു 2.5 കിലോമീറ്ററേ ഉള്ളൂ. നടന്നു പോവാണ് ബസ്സിൽ. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാവേ. വീട്ടിൽ ചെല്ലുന്ന ഇനി നമുക്ക് എനിക്ക് ഡിന്നർ ഉണ്ടാക്കണം. ചോറ് ഞാൻ രാവിലെ എന്താ പറയുക, ഇന്നലെ ഇട്ട് വെച്ചത് ഉണ്ട്, അതൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ സോബീസിൽ പോയത് ബ്രെഡ് മേടിക്കാനാണ്. ബ്രെഡ് മേടിച്ചു, കുറച്ച് മുന്തിരിങ്ങ മേടിച്ചു, പിന്നെന്താ കുർക്കുറെ കണ്ടപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലേവേഴ്സുള്ള കുർക്കുറെ ഉണ്ടായിരുന്നു. അതുകൂടെ കണ്ടപ്പോഴത്തേനും കുറച്ച് 2 പാക്കറ്റ് കുർക്കുറയും കൂടെ അത്രേ വാങ്ങിയോളൂ. അപ്പോൾ ഇനി വീട്ടിലേക്കുള്ള വഴിയിലാണ്. നമ്മുടെ ടിമ്മ് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്, സോബീസ് വന്നിട്ട് അടുത്ത സൈഡിലാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നില്ല, ഇനി നേരെ അങ്ങോട്ട് പോവാണ്, നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം കേട്ടോ. KFC ഇതാണ് ഞാൻ വർക്ക് ചെയ്ത ടിം ഹോട്ടൽസ്. ഇത് സിഗ്നലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നേരെ കടൽ തീരത്തൂടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തി ഇനി ഒരു ഡ്രസ്സൊക്കെ മാറി ഇനി ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി ഡിന്നറിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചോറ് ഇരിപ്പുണ്ട്, ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്. എല്ലാം ഒന്ന് ചൂടാക്കുക, കഴിക്കുക, വീണ്ടും കിടന്നുറങ്ങുക. നാളെ എനിക്ക് ഓഫാണ്, അതുകൊണ്ട് തന്നെ ഇന്നിനിപ്പോൾ ഒരുപാട് സമയമുണ്ട്. 10-20 മിനിറ്റ് വരെ ഇരുന്നു, കിടന്നു, കുർക്കുറെ കഴിച്ചു. ഇനിയിപ്പം നമുക്ക് ചോറ് ചൂടാക്കണം, ചിക്കൻ കറി ചൂടാക്കണം. അതോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സമയം വന്നിട്ട് 5 മണിയായി. കുഴപ്പമില്ല, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചൂടാക്കാം. ഇതുവരെ ഫുൾ റെസ്റ്റ്. രാവിലെ ഈ 4 മണിക്ക് പോകുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്, ഉറക്കവും ശരിയാവില്ല. ഇവരെല്ലാവരും കിടക്കുമ്പോഴത്തേനും ഒരു 11-12 മണിയാവും. അപ്പോൾ ഞാനൊരു 7 മണിക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചാലും ഫുള്ള് സൗണ്ടായിരിക്കും, ഉറക്കം ശരിയാവത്തില്ല. ഇന്നിനിപ്പം നാളെ ഇനിയിപ്പോൾ ഓഫായതുകൊണ്ട് കുഴപ്പമില്ല. ഓഫായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും വിഷയമില്ലല്ലോ. നാളെ മറ്റന്നാളും ഓഫാണ്, 2 ദിവസം ഓഫ്. പിന്നെ ഫുള്ള് റെസ്റ്റാണ്, 2 ദിവസത്തേന് ഫുള്ള് റെസ്റ്റ്. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഇന്നിനിപ്പം പണിയെന്ന് പറഞ്ഞാൽ ചോറും കറിയും ചൂടാക്കുക, കഴിക്കുക, കിടന്നുറങ്ങുക. അതാണ് ഒരു ഫുൾ ഡേ. അപ്പം ഞാൻ അത് ഫുഡ് ചൂടാക്കി കഴിക്കുന്ന ആ ഭാവം കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫുൾ ഡേ കംപ്ലീറ്റ് ആവും. അങ്ങനെ ചോറും കൊണ്ട് കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ. നല്ല അടിപൊളി കേക്ക്. ഇനി ഇത് എങ്ങനെ ചോറാക്കി മാറ്റുമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, നമ്മൾ ഉണ്ടാക്കി ചൂടാകാൻ വെച്ചിട്ട് അല്ല, ചോറുണ്ടാക്കി വെച്ചിട്ട് ഇരുന്ന് തണുത്ത് ഇങ്ങനെ എടുത്ത് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് ഇനി വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കേണ്ടി വരും കഴിക്കുന്നതിന് മുമ്പ്. വെന്ത് പോയിട്ട് ഒട്ടിപ്പോയതായിരുന്നു തോന്നുന്നു. ആപ്പിൾ ഇരിപ്പുണ്ട്, തൈരുണ്ട്, മുട്ട ഇരിക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച. ചിക്കനും പൊട്ടറ്റോ ഒക്കെ ഇട്ടൊരു കറി ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 ദിവസത്തേന് ഇതന്നെ നമുക്ക് ഫുഡ്. അപ്പോൾ ചോറ് റെഡി, ചിക്കൻ കറി റെഡി. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കുക, കഴിക്കുക.
നല്ല അടിപൊളി ചിക്കനാണ്. ചിക്കൻ ബ്രസ്റ്റാണ് വാങ്ങിയത്. നമ്മൾ ഇന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കണ്ടില്ല, ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കഴിക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചത് ഇതാണ്. ഫ്രീസറിലിരിക്കുമായിരുന്നു, ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു, ഫ്രീസറിലല്ലായിരുന്നു. പിന്നെ കേക്കായി പോയ ചോറ് ഞാൻ കഴുകിയെടുത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട്, ഇപ്പോൾ സമയം വന്നിട്ട് 7 മണിയായിട്ടേ ഉള്ളൂ. ഇവിടെ ഇരുട്ടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇവിടെ 7 മണിയായിട്ട് നല്ല പട്ടാ പകലാണ് കേട്ടോ, ഒട്ടും ഇരുട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാക്കി കഴിച്ചിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതുവരെ ഇനി വല്ല മൊബൈലിലൊക്കെ പോയിരുന്ന് വീഡിയോ ഒക്കെ കണ്ട് ഈ വീഡിയോക്കുള്ള തമ്പനയിലൊക്കെ ഉണ്ടാക്കണം. അപ്പം നമുക്ക് ഇനി കഴിക്കുന്ന വീഡിയോ ആണ്. ഇത് വാ ഷംഷീർ, ഹീസ് വർക്കിംഗ് വിത്ത് മീ. ഇത് ഷംഷീറാണ്, പുള്ളി എൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നത്. പുള്ളി പഞ്ചാബിൽ നിന്നാണ്. പുള്ളി വന്നിട്ട് Amritsar. He's from the Golden Temple area. If you need any help in Golden Temple area, you can contact him. Yeah, he's just close by. One is a prominent. There's a Golden Temple, which is a prominent place in Amritsar. Yes. So every person wants to visit over there and explore that place. So goodbye. പുള്ളി ഇവിടെ കിച്ചണിൽ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ സംസാരിക്കുന്ന കണ്ടിട്ട് പുള്ളി വന്നതാണ്. പുള്ളിക്കുള്ള ഫുഡ് പുള്ളി റെഡിയാക്കുന്നു. പുള്ളി എന്താ, ഇവരെല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. അതുകൊണ്ട് അവർ വെജിറ്റേറിയൻസ് കഴിക്കുന്നു, ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു. ഞാൻ പരമാവധി അവരുള്ള സമയത്ത് കുക്ക് ചെയ്യാത്തില്ല അവരുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ചിക്കനും മുട്ടയ്ക്കും മീനൊക്കെ ഭയങ്കര മണമല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അവരില്ലാത്ത സമയത്താണ് ഞാൻ വന്നിട്ട് ഉണ്ടാക്കുന്നത്. പരമാവധി ഞാൻ ശ്രമിക്കും. പിന്നെ അവര് എല്ലാരും ഉണ്ടെങ്കിൽ ഞാൻ പറയും വാതിലൊക്കെ തുറന്നിട്ടിട്ട് ചെയ്യും. നമുക്കെന്നാ മജിന്ദർ, ഹീസ് ഓൾസോ ഫ്രം പഞ്ചാബ്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. മജിന്ദർ എന്നാണ് പേര്. പുള്ളി രാജസ്ഥാനിൽ നിന്നാണ്, പഞ്ചാബിൽ നിന്നല്ല കേട്ടോ. പഞ്ചാബി ആയിരുന്നു, ഇപ്പൊ രാജസ്ഥാൻ സെറ്റിൽഡ് ആണ്. അല്ലേ? Yes. कुछ समझ में नहीं आया. अच्छा लगा मेरा नाम सुन के वैसे. No, I was thinking you're born and brought up in Rajasthan, but you are basically from Punjab. Yeah, that's all. Okay. പുള്ളിക്ക് 4 മണിക്ക് ഡ്യൂട്ടിയാണ്. എനിക്ക് ഓഫ് ആയതുകൊണ്ട് പുള്ളി 4 മണി ഷിഫ്റ്റ് ചെയ്യുന്നു. 4 o'clock ഷിഫ്റ്റ്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്താണ്, എല്ലാരും ഉണ്ട്, എല്ലാരും വീട്ടിലുണ്ട്. ബാക്കി രണ്ടുപേര് വന്നിട്ട് അവർക്ക് എന്തോ ട്രെയിനിങ് പരിപാടിയൊക്കെ ആയിട്ട് പോയേക്കാണ്. ബാക്കി എല്ലാരും ഉണ്ട്. എല്ലാരും മിക്കവരും തന്നെ ഉറക്കവും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ശല്യപ്പെടുത്താത്ത ആരും തന്നെ. പിന്നെ ഒരാൾ രാജസ്ഥാന്, 3 പേര് പഞ്ചാബ്, ഒരാൾ ഗുജറാത്തിൽ നിന്നുണ്ട് ഇപ്പൊ വന്നിട്ട്. പിന്നെ ഞാനാണ്. വലിയ വീടാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സെപ്പറേറ്റ് റൂംസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഇനിയിപ്പോ ചോറ് ചൂടാക്കുക, കഴിക്കുക. അവര് നല്ല വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ഞാൻ പരമാവധി ഇവരുള്ളപ്പോ ചൂടാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല. ഇനി എന്തായാലും കഴിക്കുക, കിടക്കുക, ഉറങ്ങുക. അവര് കയ്യിൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരിക്കും നിങ്ങൾ കാണാൻ പോണ തമ്പനയില്. എവിടെയല്ലേ? ഇത് കണ്ടിട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ഇന്നിടാൻ പോകുന്ന ഈ വീഡിയോയ്ക്കുള്ള തമ്പനയിൽ റെഡി, എല്ലാം റെഡി. ഇനിയിപ്പം രാത്രി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിർത്തിക്കോട്ടെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജസ്റ്റ് ഫുഡ് കഴിക്കുക, ഉറങ്ങുക. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരുടെയും തുടർന്നുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഡെഡായിട്ട് കിടക്കുകയാണ്. നമുക്ക് ഈ ചാനൽ വീണ്ടും പഴയ പോലെ തന്നെ ഉഷാറാക്കി എടുത്തുകൊണ്ട് വരണം. അപ്പം എല്ലാവരും ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, PNBനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും PNBയിൽ കാനഡയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.